അമ്മേ. ആ ചന്ദ്രൻ സാറേ, ഇവിടെ നല്ല കിടുക്കൻ കവട്ട കിട്ടും. കൗട്ടെ വാറ്റ് വാറ്റ് ആവട്ടെ വിചാരല്ലേ ഉള്ളൂ. നമുക്കിവിടെ അടിച്ചു പൊളിക്കണം. പിന്നെ നമ്മളിവിടെ ടൂർ വന്നല്ലേ, പ്രൊട്ടക്ഷൻ വന്ന കൂറ്റാത്ത പോലെ. വരൂ സർ. വരൂ സാർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ജോലി. ആ ചെയർ ഞാൻ എടുക്കാൻ ചെഞ്ചു, ചെയർ ഞാൻ എടുക്കാം. കേറ് സർ. സാറേ സാറേ ഇരിക്കും സാറേ, ഇങ്ങോട്ടിരിക്കുക. കവയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കസേര ടൈൽസിൽ കവയ്ക്കാതെ സൂക്ഷിക്കണമെന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബസ്സിലാണോ വന്നേ? പോലീസുകാരിലും പോവാലോ. ഇദ്ദേഹം ആരാണ്? ഭർത്താവായിരുന്നു. ഇപ്പോഴും അതെ, ഭർത്താവാ. പോലീസിൽ ചേർക്കായിരുന്നു. ഇവള് സമ്മതിക്കാത്തോണ്ടാന്നേ, ചിഞ്ചു സമ്മതിക്കാത്തോണ്ടാന്നേ. നിങ്ങളല്ല, ഇദ്ദേഹം. ചായ വേണ്ട, കഴിച്ചായിരുന്നു. കഴിച്ചാ? സാറ് കഴിച്ചായിരുന്നു? അല്ല ഞാൻ പിന്നെ സാർ, സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡിയാക്കിയിരിക്കുന്നത്. താഴെ ഒരു വീടുണ്ട്. നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അല്ല സാർ, ലേഡീസ് ഒക്കെ ഇവിടെ താമസിച്ചോട്ടെ. നിങ്ങളൊക്കെ അവിടെ, ലേഡീസ് ഒക്കെ ഇവിടെ. അതെന്താ? സൂച്ചിലെന്തോ പാമ്പ് കടിച്ച് ചാവാനായിരിക്കും വിധി. ചാവി എന്തെല്ലാം ചോദിച്ചപ്പോഴാണ്. ഇന്ന് സാർ ചാവി. പിന്നെ ഭക്ഷണം ഇവിടെ ആയിരിക്കും അല്ലേ? അല്ലല്ല, തൊട്ട് താഴെ ഒരു ചായക്കുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാൽ മതി, എല്ലാം കിട്ടും. ഞാൻ ലഗേജ് എടുത്തു വെക്ക. ശരി സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ സാർ, അത് മതി. ഒന്നും കൊണ്ടും പേടി. ഇവരാൻ എന്തെങ്കിലും ചെയ്യും. അല്ല എന്നപ്പോ പറയണേ, പാചകത്തിന് സിറ്റിയിൽ നാളെ ഇറക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച പിടിയാലേ അങ്ങ് പറയലായിരുന്നു. പിന്നെ സാറേ, അല്ല പിന്നെ സാറേ 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 ദേതടാ ഈ മലയണ്ണൻ? മലയാളാനാ? ഞാനൊരു ചായക്കടക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പത്രോസ് എന്നാ പേര്. ആളാ ഇത്. ഭക്ഷണം കൊണ്ട് വന്നാ. പത്രോസ് വിളിക്കും. പത്രോസ് ഒന്ന് വിളിച്ചില്ലെങ്കിലോ? വിളി കേൾക്കൂല. പിന്നെ ഇടോ പത്രോസേ, ഓ ചില കാര്യങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ആ സാറേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 നേരത്തെ ഭക്ഷണം വേണ്ടി വരും. സാറേ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതാണോ? കഴിച്ചു നോക്ക്. എന്റെ ദൈവമേ, പത്രോസിന്റെ ഉണ്ടമ്പൊരി തിന്നിട്ടുണ്ടോ? എന്ത് രുചിയാന്നറിയാമോ? പത്രോസിന്റെ ഉണ്ടമ്പര് നീ തന്നെ അങ്ങ് തിന്നാ മതി. പത്രോസിന്റെ വീട് എവിടാ? ഞാനിവിടുത്തെ തരണല്ലേ സാറേ. ഓ, എന്റെ വീട് ഒരു ഉൾപ്പെടല് ഒലിച്ചുപോയി. അതിൻ്റെ കൂടെ അമ്മയും പെങ്ങളൊക്കെ പോയി. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാ. ഇപ്പൊ ഞാൻ തനിച്ചാണ്. ഇപ്പൊ ഞാനിവിടെ വന്ന് എല്ലാവരും ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. സാറേ അതോടെ ഇരിക്കട്ടെ, കടയിലെ ആളില്ല. കടയിലെ ആളില്ലെങ്കിൽ എന്തിനാ പോണേ? ഇവിടെ നിക്കുന്നേ. ഹലോ, അവലോസ് ഉണ്ടാ? അവലോ സാധനം വല്ലതും കിട്ടുമോ? സാറ് ഉദ്ദേശിച്ച സ്മോളാണോ? സാറേ അതിന് ടൗണിൽ പോണം സാറേ. അതല്ലടാ, ചാത്തനായാലും മതി. ചാത്തൻ കിട്ടോ? ഞാൻ നോക്കട്ടെ സാറേ. മതി മതി. അയ്യോ, ചിഞ്ചു അന്വേഷിക്കും, ഞാനങ്ങ് ചെല്ലട്ടെ. ഇനി മുടുക്കത്തിന് പിടിച്ച് കറക്കൂല്ലോ. എന്നാ പിന്നെ കഴിച്ചാലോ സാറേ? എണീറ്റ് വാ. ഇവളുമാരെന്നാ നേരത്തെ എഴുന്നേറ്റോ? വെറുതെ ഫോണിൽ വിളിച്ച് ചീത്തവിളിയും ഭീഷണിപ്പെടുത്തലും വന്നേ. പിന്നെ നിങ്ങളൊക്കെ ഉള്ള ധൈര്യത്തില് ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. പക്ഷെ ഞാനൊട്ടും ഉറങ്ങിയില്ല. ആനോട്ടിയേ? റൂമിന് പുറകെ ആരോ നടക്കുന്ന പോലെ തോന്നിയായിരുന്നു. ഞാനാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? ചേട്ടനെന്താ ജോലി? എനിക്ക് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിഞ്ചു പറഞ്ഞേക്കണത് പുറത്തിറങ്ങരുന്നാ പറഞ്ഞേക്കണത്. ഇങ്ങനൊരു ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു വര അങ്ങ് വരച്ച ഞാൻ അപ്പുറത്തേക്ക് പോവില്ല. ചിഞ്ചു ദീപു, ചിഞ്ചു ചായ ഞാൻ അങ്ങോട്ട് ഇടാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാവുമ്പോ 2 കാര്യം കൂടെ ഒരുമിച്ച് പറയാം. അതുകൊണ്ടാ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു അമ്മേനെയും പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള്. ചേറ്റകള്. അവൻ്റെ ഒക്കെ കളി ചിഞ്ചിറാണിയുടെ അടുത്താ. മേഡം ആ നമ്പർ ഒന്ന് തരുവോ? മേഡത്തിനൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കണ്ടില്ല. അവൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, അങ്ങനെയാ.